സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ പുതിയ മുൻഗണനാ റേഷൻ കാർഡുകളുടെയും അന്ത്യോദയ അന്നയോജന കാർഡുകളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തുണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും വിപണിയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ആവശ്യമായ സാമ്പത്തിക പിന്തുണ സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. അതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെയും സപ്ലൈകോയെയും കൂടുതൽ ശാക്തീകരിക്കാൻ എല്ലാ നടപടിയും ഉണ്ടാകും. സ്വയം പര്യാപ്തവും രാജ്യത്തിന് മാതൃകയുമായ വിപണി ഇടപെടൽ സ്ഥാപനമാക്കി സപ്ലൈകോയെ മാറ്റും. 73,024 പുതിയ മുൻഗണനാ റേഷൻ കാർഡുകളുടെയും 2,000 അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുകളുടെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ അർഹരായ നിരവധി കുടുംബങ്ങൾ മുൻഗണനാ റേഷൻ ആനുകൂല്യങ്ങൾക്ക് പുറത്തായിരുന്ന സാഹചര്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാസങ്ങളായി തീർപ്പാകാതെ കിടന്ന അപേക്ഷകൾ സർക്കാർ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അതിവേഗം പരിഗണിച്ചതിന്റെ ഫലമായാണ് 50,000 കാർഡുകൾ എന്ന പ്രാരംഭ ലക്ഷ്യം മറികടന്ന് 73,024 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. 100 ദിന കർമ്മ പദ്ധതി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഭക്ഷ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും മികച്ച കാര്യക്ഷമതയാണ് പ്രകടിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും സബ്സിഡി സാധനങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സപ്ലൈകോയെ കൂടുതൽ ശക്തിപ്പെടുത്തി രാജ്യത്തിന് മാതൃകയായ വിപണി ഇടപെടൽ ഏജൻസിയാക്കി മാറ്റുന്നതിന് ആധുനിക സപ്ലൈ ചെയിൻ മാനേജ്മെന്റും സംഭരണ സംവിധാനങ്ങളും നടപ്പിലാക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിളവെടുപ്പ് കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങി ആധുനിക ഗോഡൌണുകളിൽ സംഭരിച്ച് വിപണിയിൽ വില ഉയരുന്ന സമയത്ത് കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന മാതൃക സപ്ലൈകോയിലും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം നൽകാനും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും സപ്ലൈകോ ഓണച്ചന്തകൾ സംഘടിപ്പിക്കുകയാണ്. ഇത്തവണ നിയോജകമണ്ഡലം ഓണച്ചന്തകൾ 4 നിന്ന് 6 ദിവസമാക്കിയിട്ടുണ്ട്. മറ്റ് ചന്തകൾ 20 മുതൽ 25 ദിവസം പ്രവർത്തിക്കും. മുൻഗണനാ വിഭാഗത്തിനും അല്ലാത്തവർക്കും ആവശ്യമായ അരിയും മറ്റ് അവശ്യ സാധനങ്ങളും മതിയായ അളവിൽ ലഭ്യമാക്കും. സാധാരണക്കാർക്ക് ആശങ്കയില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാർഡുടമകൾക്ക് ഈ മാസം മുതൽ തന്നെ മുൻഗണനാ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പദ്ധതികൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓരോ വകുപ്പും 100 ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പ് നീണ്ടകാലമായി കെട്ടിക്കിടന്ന മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷകൾ തീർപ്പാക്കി അർഹരായവർക്ക് എത്രയും വേഗം കാർഡുകൾ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഓണക്കാല വിപണി ഇടപെടലുകൾക്കായി സപ്ലൈകോയ്ക്ക് 253 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കുമെന്നും അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. ലീഗൽ മെട്രോളജി, സപ്ലൈകോ എന്നിവ ഉൾപ്പെടെ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും 100 ദിന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. മന്ത്രി കെ. മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.